കുടുംബത്തെയും ബാധിക്കുന്ന അദ്ദേഹത്തിന്റെ ഓഫീസിനെയും ബാധിക്കുന്നില്ല. അപ്പൊ ഇതൊക്കെ കൃത്യമായിട്ട് ഇവര് തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണെന്നുള്ളതിനുള്ള തെളിവുകളല്ലേ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന മനു. ഓക്കെ, ഏതായാലും താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് അത് ദീപു കൂടി ചേരുന്നുണ്ട്, അപ്പോൾ അതിനൊരു മറുപടി ദീപുവിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ദീപു, നിങ്ങൾ ഇങ്ങനെ ബാന്ധവമൊക്കെ ഉള്ള ആളുകളാണെന്നാണ് പറയുന്നത്. അതെ, അല്ല, ഈ മഹേഷ് കൊല്ലത്തിന് സാമാന്യ ബോധം ഉണ്ടെങ്കിൽ ഒരു കാര്യം ആലോചിക്കാം. കാരണം എന്താ വെച്ചാല്, ഈ CPM-ഉം BJP-യും തമ്മിൽ ബന്ധം ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ കേസുകളെ വരാതിരിക്കാനുള്ള കാര്യങ്ങൾ ആദ്യമേ ചെയ്യാമല്ലോ. എന്തിനാണ് കേസുകൾ വരുത്തി പിന്നെ അത് വേണ്ടാന്ന് വെക്കുന്നത്? നേരത്തെ തന്നെ അത് വേണ്ടാന്ന് വെച്ചപ്പോൾ ഇപ്പൊ സാധാരണ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നും ഒരു കേസും ഇല്ല, ആർക്കും ഒരു ഇതും ഇല്ല, വാഷിംഗ് മെഷീനായിട്ട് പോവുകയാണ്. പക്ഷെ കേരളത്തിൽ അത് നടത്തുമ്പം ഇവർ പറയുന്നതിനകത്ത് എന്തെങ്കിലും കഴമ്പുണ്ട്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നല്ലാതെ. ഇനി ഈ വിഷയത്തിലേക്ക് വന്ന മനു, അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് രാജ്യം നേരിട്ട ഏറ്റവും ഫാസിസ്റ്റ് നടപടിയാണെന്നുള്ളതിനകത്ത് എന്തെങ്കിലും തർക്കമുണ്ടോ? മാധ്യമങ്ങളടക്കം മറ്റുള്ളവരെല്ലാവർക്കും എന്തിന് കുടുംബാസൂത്രണം വരെ ചെയ്യുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ, അല്ലേ? എല്ലാരെയും പിടിച്ച് വന്ധ്യീകരിക്കുന്ന പരിപാടി വരെ ഉണ്ടായിരുന്നു. ഇന്ത്യ കണ്ട ഏറ്റവും കറുത്ത ദിനങ്ങളായിരുന്നു അത്. അതുകൊണ്ടാണല്ലോ ജനങ്ങൾ അവരെ അടിച്ചു പായിച്ചത്. ആ സന്ദർഭത്തിൽ ഈ നാട്ടിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിനെതിരെ നിന്നിട്ടുണ്ടാകും. അതിന് ആ സമയത്ത് ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാ നിൽക്കുന്നത്? എല്ലാരും ഈ കഴിഞ്ഞ യുദ്ധത്തിന് എല്ലാരും ഒരുമിച്ച് നിന്നു. പക്ഷെ അതല്ല സതീശൻ ഇപ്പൊ ഇന്ന് പറഞ്ഞ അതല്ല 89 പറയാം, അതിലേക്ക് വരാം. അപ്പൊ എല്ലാ യുദ്ധവും നടക്കുന്നു. അപ്പൊ യുദ്ധത്തിന് നമ്മളെല്ലാം ഒരുമിച്ച് നിന്നു. അതുകൊണ്ട് നാളെ കോൺഗ്രസ് ആരോപിക്കുന്നത് BJP-യും CPM-ഉം എല്ലാം യോജിച്ച് യുദ്ധത്തിന് നിന്നു എന്ന് പറയുമോ? ഒരു കോൺഗ്രസ് ഇതിനകത്തുള്ള ഏറ്റവും മെയിനായിട്ട് കാര്യം അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് ആരാ കൊണ്ടുവന്നത്? കോൺഗ്രസ് അല്ലേ. ആ കോൺഗ്രസ് ആണ് അടിയന്തരാവസ്ഥയ്ക്ക് മറ്റുള്ളവരെല്ലാം യോജിച്ചു എന്ന് പറയുന്നത്. അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് നീച പ്രവൃത്തി, ഭരണകൂട ഭീകരത നടത്തിയത് ഈ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരേ ഒരാളാണ്. അതിനകത്ത് എത്ര ഗവൺമെന്റുകളെ പിരിച്ചുവിട്ടു? എന്നിട്ട് ഈ ഭീകരത മുഴുവൻ നടത്തിയവർ പറയാണ് നിങ്ങൾ യോജിച്ചു എന്ന്. ചെയ്ത് ഈ എല്ലാ വൃത്തികേടും ചെയ്തവന്മാരും ഉണ്ടായിരിക്കുക. ഇനി സതീശൻ കാണിച്ച പടം എന്താണ്? ആ സതീശൻ കാണിച്ച പടത്തിന്റെ ഒരു ഫാക്ട് ചെക്ക് ഞാൻ നോക്കി. ഇന്ത്യ ടുഡേയിൽ ഒരു ഫാക്ട് ചെക്ക് ഉണ്ട്. അത് 3ാമത്തെ ചിത്രമായിട്ടാണ് കിടക്കുന്നത്. ഈ പറയുന്ന EMS-ഉം ഒക്കെ ഇരിക്കുന്നു, ബാക്കില് രാമറാവും ബാക്കി BJP-യുടെ 2-3 നേതാക്കളും ഒക്കെ ഇരിക്കുന്നു. The third picture is from 1989. It was a meeting of opposition leaders at Andhra Bhavan in Delhi. It was published in the Week. വീക്കിൽ പബ്ലിഷ് ചെയ്ത പോലെ. വീക്ക് എന്ന് പറഞ്ഞാൽ ആരാണ്? ഇപ്പം നിങ്ങളുടെ ഇതിനകത്ത് ചിത്രം കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സതീശൻ. അത് വീക്കിലാണ് കൊടുത്തത്. വീക്ക് ആരാ? മനോരമയുടെ സ്വന്തം ആള്. അല്ല, വീക്ക് മനോരമ ആരാ? സതീശന്റെയും പാർട്ടിയുടെ സ്വന്തം ആള്. അവരെന്താ എഴുതിയിരിക്കുന്നത്? ആ പിക്ചറിന്റെ തൊട്ട് താഴെ, ആ സതീശൻ കാണിക്കുന്നതിന്റെ തൊട്ട് താഴെ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ കാര്യങ്ങളാണ് ഞാൻ വായിക്കുന്ന. നാഷണൽ ലീഡേഴ്സിനൊക്കെ before their meeting to decide a mass resignation of opposition members of parliament at Andhra Bhavan in 1989. ആ സന്ദർഭത്തിലാണ് എല്ലാ ഓപ്പോസിഷൻ ലീഡേഴ്സും, അങ്ങനെ രാജ്യത്തിന്റെ ഒരു കാര്യത്തിൽ ഒരു ഓപ്പോസിഷൻ ലീഡേഴ്സ് എല്ലാം വന്ന് അതിനെപ്പറ്റി ചർച്ച ചെയ്യുമ്പം അത് ചർച്ചയുടെ ഫലമായിട്ട് നമ്മൾ എന്ത് തീരുമാനിക്കണമെന്ന് അവരാണ് തീരുമാനിക്കുന്നത്, ഓരോരുത്തരാ തീരുമാനിക്കുന്നത്, അല്ലാതെ അവർ മുന്നണി ഉണ്ടാക്കിയോ? ഇവിടെ ഈ VP സിംഗുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നു. VP സിംഗുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഈ VP സിംഗിന്റെ സർക്കാരല്ലേ ബീഹാറിൽ ഈ പറയുന്ന രഥമായിട്ട് വന്നതിനെ പിടിച്ചു കെട്ടിയത്? ആ രഥത്തിനെ പിടിച്ചു കെട്ടിയത് കൊണ്ടിട്ടല്ലേ ഈ BJP പിൻവലിച്ചത്? ആ പിൻവലിച്ചപ്പോഴല്ലേ ആ BJP-യുടെ ഈ രഥത്തിന്, അതായത് ബാബറി മസ്ജിദ് പൊളിക്കാൻ വേണ്ടി രഥയാത്ര നടത്തിപ്പോയ BJP-യെ പിടിച്ചു കെട്ടിയ VP സിംഗ് സർക്കാരിനെ മറിച്ചിടാൻ BJP നോക്കുമ്പോൾ ആ യോടൊപ്പം ചേർന്ന് വോട്ട് ചെയ്ത് ആ സർക്കാരിനെ പുറത്തിറക്കിയതാരാ? ഈ കോൺഗ്രസ്. ആ കോൺഗ്രസ് ആണ് ഇവിടെ വന്നിട്ട് ഈ വലിയ വീരവാദം. സതീശൻ ഈ ഫോട്ടോ കാണിക്കുമ്പോൾ ഒരു ഫോട്ടോ കൂടെ കാണിക്കണം. ഏതാണെന്നറിയോ? ഈ പറയുന്ന RSS നേതാക്കളുടെ മുന്നിൽ കുനിഞ്ഞ് കുമ്പിട്ട് നിന്ന് വിളക്കെളുത്തുന്ന ഒരു ഫോട്ടോ ഇല്ലേ മനു? നിങ്ങൾക്കറിയാലോ, ഇല്ലേ? ആ ഫോട്ടോ എവിടെ സതീശായത് നിങ്ങൾ ചോദിക്കട്ടെ. നിങ്ങളുടെ മുന്നിലല്ലേ അയാൾ ആ ഫോട്ടോ പ്രവർത്തിച്ചത്. സതീശ സാറേ, നിങ്ങളൊരു ഫോട്ടോ ഉണ്ടല്ലോ, അതുകൂടെ കാണിക്കാത്തത് എന്നാണ്? അവിടെ ന്യൂസ് 18-ന്റെ മാധ്യമ പ്രവർത്തകനാണ് അരുൺ അവിടെ പോയിട്ടുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഡാൻ കുര്യനായിരിക്കും പോയിട്ടുണ്ടാവുക. അവരെന്താണ് അത് ചോദിക്കാത്തത്? ഇത് ചോദിക്കണം സതീശിനടുത്ത്. CPM കേന്ദ്രത്തിൽ അധികാരം കിട്ടിയപ്പോൾ പോലും എന്താ പറഞ്ഞത്? ഞങ്ങൾ അധികാരത്തിലേക്ക് ഇല്ല എന്നാ പറഞ്ഞത്. അപ്പോഴാണ് ജനസംഘത്തിനോടൊപ്പം ഭരിക്കാൻ പോകുന്നത്. ഇത്തരം കാര്യങ്ങളെ വെച്ചിട്ട് ഈ പറയുന്ന കോലീബി ബന്ധം ഉണ്ടാക്കിയത് ആരാ? ഈ ലീഗുകാർ കൊണ്ട് കൊടുത്തില്ലേ ഈ നാരങ്ങ വെള്ളവും ബിസ്ക്കറ്റും? എന്നിട്ട് എന്താ ഫിറോസ് വീണ്ടും പറയുന്നത്? ഞങ്ങൾ ഇനിയും കൊടുക്കും,
ഇനിയും നാരങ്ങ കൊടുക്കും, ബിസ്ക്കറ്റ് കൊടുക്കും, ഞങ്ങൾ കൊടുക്കേണ്ടതൊക്കെ കൊടുക്കുമെന്നേ അത് ഞങ്ങൾ പറയും. അപ്പോഴത്തേനും ഗോവിന്ദ മാഷ് പറഞ്ഞത് വെച്ചിട്ടാണ് ഇവർ പറയുന്നു ആ കാര്യത്തിനകത്ത് പറയുന്നതിനകത്ത് വളച്ചൊടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനകത്ത് ഒരു ഭാഗം മാത്രം അടർത്തി എടുത്തിട്ടാണ് സംസാരിക്കുന്നത്. ആ സമയത്ത് നാടിന്റെ അനിശ്ചിതാവസ്ഥ എന്താ? അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ഭരണകൂട ഭീകരത. ഈ ഇന്ദിരാഗാന്ധി എന്നിട്ട് നീർജ ചൗധരി എന്ന് പറയുന്ന ഒരു പിന്നെ നിങ്ങളുടെയൊക്കെ ഗുരുവായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകയുണ്ട്. അധികാര ഇടനാഴികളിൽ അവർക്കുണ്ടായിരുന്ന സ്ഥാനം എന്തായിരുന്നു പണ്ട്? അവരൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്, ഹൗ പ്രൈം മിനിസ്റ്റർ ഡിസൈഡ് എന്ന് പറഞ്ഞിട്ട്. ആ ബുക്കിനകത്ത് ഈ പറയുന്ന RSSുമായിട്ട് ഈ ഇന്ദിരാഗാന്ധി 1977 പിന്നെ സഖ്യം ചോദിച്ചു. അപ്പൊ അവരെന്താ പറയുക, ഞങ്ങൾ ഓൾറെഡി കമ്മിറ്റഡ് ടു മൊറാർജി ദേശായി, ഞങ്ങൾ വരുന്നില്ല, ഇനി ഞങ്ങൾ ആലോചിക്കാന്ന്. എന്നിട്ട് ഈ 1984 ഇവർ മരിച്ചു കഴിയുമ്പോൾ രാജീവ് ഗാന്ധി ഇവരുമായിട്ട് ചർച്ച നടത്തിയതിനെ പറ്റി അതിനകത്ത് പറയുന്നുണ്ട്. മനു അതിനെപ്പറ്റി കൃത്യമായി പുറത്തറിയിക്കണം. ആ ബുക്കിനകത്ത് കൃത്യമായി പറയുന്നുണ്ടെന്ന് ഞാൻ മറ്റൊരു ചാനലിലെ ഒരു മാധ്യമ പ്രവർത്തകനാണ് പറഞ്ഞത്. അത് മനുവിനും അറിയായിരിക്കും. ഈ നീർജ ചൗധരിയുടെ ഹൗ പ്രൈം മിനിസ്റ്റർ ഡിസൈഡ് എന്ന ബുക്ക് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഈ എല്ലാ വൃത്തികേടും ചെയ്ത് RSSനോടൊപ്പം ചേർന്നിട്ട് RSS പൊളിച്ചു കളഞ്ഞ അമ്പലത്തിന് 12 ഇഷ്ടിക വെള്ളിക്കട്ട കൊടുത്തതാരാ? എനിക്ക് എന്നെ വിളിച്ചില്ല എന്ന് പറഞ്ഞത് ഈ പറയുന്ന നിലമ്പൂർ ഉൾപ്പെടുന്ന വയനാട്ടിലെ MP ആയ പ്രിയങ്ക ഗാന്ധി പറഞ്ഞത് എന്താ? എന്നെ വിളിച്ചില്ല, എനിക്കതുകൊണ്ട് സങ്കടമുണ്ട് എന്ന് പറഞ്ഞതാരാ? ഈ പ്രിയങ്ക ഗാന്ധി. ഈ നിലമ്പൂരിൻ്റെ MP പറഞ്ഞത് ബാബറി മസ്ജിദ് പൊളിച്ചു കളഞ്ഞ് RSSന്റെ അമ്പലം പണിതിട്ട് ആ അമ്പലത്തിൽ എനിക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ നിലമ്പൂരുകാരുടെ MP ആയിട്ടുള്ള പ്രിയങ്ക ഗാന്ധി. എനിക്ക് നമ്മുടെ സമയം അതിക്രമിച്ചു. എനിക്കൊരു ചെറിയ ഇടവേളയും കൂടി എടുക്കേണ്ടതുകൊണ്ടാണ് ദീപു. ഏതായാലും താങ്കൾക്ക് ദീപുവിന് ധാരാളം സമയം കൊടുത്തെന്ന് പറഞ്ഞ ആളുകൾ കമന്റ് ഇടുന്നു കേട്ടോ. ഏതായാലും ഓക്കെ.